ഹലോ നമസ്കാരം, സന്തോഷ് വ്ളോഗ്സിൻ്റെ പത്രവാരായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മലയാള മാസം 15, ഇംഗ്ലീഷ് മാസം ജൂലൈ 31, വെള്ളിയാഴ്ച. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി പത്രവാരായണത്തിലേക്ക് സ്വാഗതം. PM ശ്രീക്ക് പച്ചക്കൊടി, LDF സർക്കാർ ഒപ്പിട്ടതിനാൽ നടപ്പിലാക്കാതിരിക്കാൻ ആകില്ലെന്ന് UDF. രണ്ട് നയങ്ങൾ അവകാശവാദം ഉന്നയിക്കും. ഒന്ന്, സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ, മറ്റൊന്ന് കേരള സിലബസ് പിന്തുടരാനാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമെന്ന് പറയുന്നുണ്ട്. പുനർജനിയിൽ VD സതീശിനെ ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചു. ഒരു വീഡിയോയും എടുത്തിട്ട് CPM വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർവാദങ്ങൾ തുടരും. എരുമ ജീവിതം 22 വർഷത്തിന് ശേഷം പ്രകാശന മോചനം എന്ന് പറയുന്നുണ്ട് മാതൃഭൂമി. ചെന്നൈ പാകിസ്ഥാൻ അതിർത്തിയിലെ എരുമ ഫാമിൽ 22 വർഷം അടിമപ്പണി ചെയ്ത തമിഴ്നാട് സ്വദേശിക്ക് ഒടുവിൽ അമ്മ സുന്ദരിയെ സുലൂലിലെ വീട്ടിലെത്തി കാണാൻ കഴിഞ്ഞു. തിരികെ ലഭിച്ചിട്ടുണ്ട്. അപ്പം മൂപ്പര് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഇന്ന് നാളെയും ശക്തമായ മഴയുണ്ടാകുമെന്ന് പറയുന്നുണ്ട് കാലാവസ്ഥാ കേന്ദ്രം. വെള്ളി ശനി ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്ക് കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട്. 11 ജില്ലകൾ വെള്ളിയാഴ്ചയും 9 ജില്ലകൾക്ക് ശനിയാഴ്ചയും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ഓറഞ്ച് ജാഗ്രതയെ തുടർന്ന് വയനാട്, കാസർഗോഡ്, ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. വന്ദേ മാതരം ബില്ല് പാസ്സാക്കി ലോക്സഭ എന്ന് പറയുന്നുണ്ട്. അമിത്ഷാ മറുപടി പറയണമെന്നും CJP. കാവി അണിഞ്ഞ് ഹോക്കി ജേഴ്സി സ്റ്റിക്ക് എടുത്ത് വിവാദമായിട്ടുണ്ട്. നമ്മുടെ ന്യൂഡൽഹി ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ജേഴ്സി നീല നിറത്തിന് പകരം കാവിയിലേക്ക് മാറ്റാൻ ഹോക്കി ഇന്ത്യയുടെ തീരുമാനം. വനിതാ ടീമിൻ്റെ ജേഴ്സിയും കാവിയാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു വിവാദമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം എവിടെ ഷാന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പോലീസ് വെടിവെപ്പിന് ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി. 2 ജീവന് ആശ്വാസമായി നന്ദകുമാരി എന്ന് പറഞ്ഞൊരു ന്യൂസ് വരുന്നുണ്ട്. ഒറ്റപ്പാലം. ഇനി ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞാണ് നന്ദകുമാരി അത് പറഞ്ഞത്. 2 ജീവൻ കയ്യിൽ വെച്ച് കടന്നുപോയ നിമിഷങ്ങൾ. ഒറ്റപ്പാലം നഗരസഭയിലെ റെയിൽവേ സ്റ്റേഷനിൽ വാർഡിലെ ആശാവർക്കറായ മേലേലിക്കൽ തൊടി നന്ദകുമാരിക്ക് ഇപ്പോഴും ഒരു പിടച്ചിലോടെ അല്ലാതെ ഓർക്കാനാകുന്നില്ല. തമിഴ്നാട് ഈസ്റ്റ് സ്വദേശിയായ ഭുവനേശ്വരി ഗൗരി 30-നെയാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പള്ളത്തെ വീട്ടിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. നന്ദകുമാരിയുടെ സംയോജിത ഇടപെടൽ അമ്മയും കുഞ്ഞിനും രക്ഷകനായി എന്ന് ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, IT റിട്ടേൺ ഇന്നും കൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലെ ഇന്നത്തെ വാർത്തകൾ. പിന്നെ എന്താണ്, നമുക്ക് കുറച്ച് സ്പോർട്സ് ന്യൂസിലേക്ക് പോയാൽ കുതിച്ചു ചാടി തിരിച്ചു വരുന്നു എന്ന് പറയുന്നുണ്ട്. ബ്രസീൽ ടീം ഇന്ത്യയിൽ കളിക്കും. മത്സരം ഒക്ടോബർ 3 കൊൽക്കത്തയിൽ. ബ്രസീൽ ടീം ഇന്ത്യയിൽ കളിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് പറയുന്നത്. കുതിച്ചു ചാടി തിരിച്ചു വന്നതെന്ന് പറഞ്ഞ് കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി നേടുന്ന M ശ്രീശങ്കർ. അപ്പോൾ അതും സ്പോർട്സ് പേജിൽ ഇടം നേടിയിട്ടുണ്ട്. ജാവലിൻ ത്രോയിൽ നീരജ് ഉൾപ്പെടെ 3 ഇന്ത്യക്കാർ ഫൈനലിലെത്തി എന്ന് പറയുന്നുണ്ട്. ബഹിഷ്കരണ ഭീഷണിയുമായി UFA എന്ന് പറയുന്നുണ്ട്. ഫിഫയ്ക്ക് സ്വകാര്യ നിക്ഷേപം. അപ്പോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ മാന്യതയുടെ മുഖം അജിത് രഹാന വിരമിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം വീണ്ടും ആശംസിച്ചുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ, ടാറ്റാ, സി യു.